വണക്കം മക്കളെ വണക്കം. അങ്ങനെ വിഷു റിലീസിലെ രണ്ടാമത്തെ സിനിമയായിട്ട് മരണമാസമാണ് കണ്ടത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശിവപ്രസാദാണ്. തിരക്കഥ സിജു സണ്ണി. ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് യങ് ആംഗ്രി സൂപ്പർ സ്റ്റാർ ബേസിൽ ജോസഫ്, ബാലൻസ് സൂപ്പർ സ്റ്റാർ ബേസിൽ ജോസഫ്, റൊമാൻറ്റിക് സൂപ്പർ സ്റ്റാർ ബേസിൽ ജോസഫ്, ഒപ്പം തന്നെ സിജു സണ്ണി, സുരേഷ് കൃഷ്ണ, അനിഷ്മ അനിൽകുമാർ, രാജേഷ് മാധവൻ, പ്രശാന്ത് അലക്സാണ്ടർ, അങ്ങനെ തുടങ്ങി അത്യാവശ്യം നല്ല താരനിരയുള്ളൊരു സിനിമയാണ്. സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ ഇതിൽ ഒരു ഫൺ എലമെൻറ്റ് അത് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു ടോട്ടൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വല്ലാത്തൊരു കഥ എന്ന് പറയുന്നൊരു പ്രോഗ്രാമുമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് തുടങ്ങിയിട്ട് അതിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി അവരുദ്ദേശിച്ചിരിക്കുന്ന ഒരു ഫൺ എലമെൻറ്റ്, ഫൺ മൂഡ് പിടിക്കാനാണ്. അത് ഒരു ബസ്സും ആ ബസ്സിലെ കുറച്ച് കഥാപാത്രങ്ങളായിട്ട് ഇവരും, പിന്നെ നടക്കുന്ന കുറേ ഇൻസിഡൻസും, പിന്നെ ഒരു സീരിയൽ കില്ലറും, ഇത്രയും സാധനങ്ങളും കൂടെ കണക്ട് ചെയ്ത് ഒരു ഫുൾ ഫൺ എൻ്റർടൈനർ എന്നുള്ള രീതിയിലാണ് ഇവർ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറേ സിറ്റുവേഷണൽ കോമഡികൾ സിനിമയ്ക്കകത്തുണ്ട്. സിറ്റുവേഷണലായിട്ട് വരുന്ന കോമഡികളാണ്, കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സാധനങ്ങളല്ല. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ണായിട്ട് നമുക്കത് അങ്ങോട്ട് ഫീൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന രീതി. ഓരോ ക്യാരക്ടേഴ്സിനും ഒരു ഐഡൻറ്റിറ്റി കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാഗസൈരേന്ദ്ര സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. എനിക്കൊന്ന് ഇന്ന് ഇപ്പോൾ കണ്ട രണ്ടാമത്തെ പടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ പിടിച്ചിങ്ങനെ ക്യാരക്ടേഴ്സ് കൊടുത്ത് ഒരു ലെവലിലോട്ട് ആക്കുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്രാമം, ആ ഗ്രാമത്തിലെ വളരെ കുറച്ച് ആൾക്കാർ, അവിടെ ഒരു സീരിയൽ കില്ലർ, ഈ സീരിയൽ കില്ലറിനെ പിടിക്കാൻ നടക്കുന്ന പോലീസ്, അതിൻ്റെ പിന്നാലെ എത്തിപ്പെട്ടു പോകുന്ന കുറച്ച് മനുഷ്യർ, ഈ കുറേ സംഭവങ്ങളാണ് ഒരു ബസ്സിനകത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കും. പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൺ റൈഡാണ്. ആക്ച്വലി സിറ്റുവേഷനിൽ കുറേ നടക്കുന്ന കുറേ സംഭവങ്ങളാണ് അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഓഡിയൻസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ വേൾഡ് ബിൽഡിങ്ങിൽ കറക്റ്റായിട്ട് എൻ്റർ ആവുന്നുണ്ട്. പിന്നെ ബേസിൽ ജോസഫ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ അടിപൊളി പെർഫോമൻസാണ് ഈ പടത്തിൽ. ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് ഇപ്പോൾ ഈ നമ്മൾ ഫ്രീക്കൻ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടർ, അതേപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു മെൻറ്റാലിറ്റിയൊക്കെ പിടിച്ച് പോകുന്നൊരു ക്യാരക്ടർ. അതിൻ്റെ ഒപ്പം തന്നെ അനീഷ്മയുടെ ഒരു ക്യാരക്ടർ ലൗഹറായിട്ട് വരുന്നുണ്ട്. സിൻസിയർലി അവരുടെ ക്യാരക്ടറും ഭയങ്കര രസമായിരുന്നു. അതേപോലെ തന്നെ അതിനകത്ത് മുത്തശ്ശിയായിട്ട് എത്തുന്ന നമ്മുടെ ജയഹയിലെ ആ അമ്മയാണ്, അവരും കിടിലൻ പെർഫോമൻസാണ്. ജിയോ ബേബി ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ വളരെ കുറച്ചൊരു പോർഷനിൽ മാത്രമേ ക്യാരക്ടേഴ്സ് ഉള്ളൂ. പക്ഷേ ടോട്ടലി സ്ക്രീനിൽ ഫുൾ ത്രൂ ഔട്ടായിട്ട് നിൽക്കുന്നത് ബേസിലും അനീഷ്മയും സുരേഷ് കൃഷ്ണയും സിജു സണ്ണിയും പിന്നെ ഒരു അമ്മാവനും രാജേഷ് മാധവനുമാണ്. ഇവരെല്ലാവരും, അമ്മാവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജിൽ അങ്ങനെ കാണിക്കുന്ന ലെവലൊക്കെ വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മാതിരി രസമാണ് അങ്ങേരുടെ ക്യാരക്ടറെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ബാബു ആൻ്റണി, പുള്ളീനെ ഒമർ ലുലു ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ട് പവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പുള്ളിയെ കൊണ്ട് കാണിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അതിനേക്കാളും മിനിമം ഒരു സ്റ്റാൻഡേർഡായിട്ട് അയാൾക്ക് ഒരു ക്യാരക്ടർ കൊടുത്ത് അയാളുടെ ചെറിയ 1-2 പോർഷൻസ് ഈ സിനിമയിൽ കൊണ്ടുവന്ന് കണ്ടപ്പോഴത്തേക്ക് മിനിമം അയാളുടെയോടുള്ളൊരു മര്യാദ കീപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. അതത്രയും നല്ല സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ടോവിനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നൈറ്റ്, ആ നൈറ്റിലേക്ക് ഈ കഥ കൊണ്ടങ്ങോട്ട് എത്തിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് മൊത്തം ആ നൈറ്റ് നടക്കുന്ന സംഭവങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം ചിരിപ്പിക്കാൻ കഴിവുള്ള കുറേ സംഭവങ്ങളും, സുരേഷ് കൃഷ്ണയൊക്കെ ചെറിയ പോർഷൻസിലൊക്കെ ചെയ്തു വെക്കുന്ന ചില ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഭയങ്കര ഫണ്ണാണ്. ടോട്ടലി നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാതെ, ലോജിക്കുകളോ മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കാതെ ചുമ്മാ ഇരുന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ കുറേ ഫൺ എലമെൻറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സിറ്റുവേഷണൽ കോമഡികളായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. നൈസായിട്ട് നമുക്കത് എന്താ പറയുക, നമ്മളത് കണക്ട് ചെയ്ത് കൊണ്ടുപോകും. രാജേഷ് മാധവൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമറാണ് കേട്ടോ. ഈ സിനിമയ്ക്കകത്ത് അയാളെ ഇതുവരെ കണ്ടിട്ടുള്ളൊരു ഫേസ് പോലും അല്ല, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ചിരിപ്പിക്കാനായിട്ട് അയാൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ചില സാധനങ്ങൾ വരെ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കും. അതേപോലെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാദിറ ഈ സിനിമയിൽ പിന്നെ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അവരും നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെ കെ ആണെന്ന് തോന്നുന്നു, അതോ AJ ആണോ, അങ്ങനെ എന്തായാലും ആ പുള്ളിക്കാരൻ കിടിലമായിട്ട് BGM ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി വൈബാണ്. അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ മൂഡ് എന്താണോ അതിനനുസരിച്ച് ആ സാധനം കൊണ്ടുപോകുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി നൈസായിരുന്നു. പിന്നെ സിറ്റുവേഷണൽ കോമഡികളും കാര്യങ്ങളും ഒക്കെ
ടോട്ടലി ഓഡിയൻസിന് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത്യാവശ്യം ഒരു ഫൺ മൂഡിലുള്ളൊരു സിനിമയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വൺ ടൈം വാച്ചിന് പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരം. ഇനിയിപ്പോൾ അടുത്ത സിനിമയ്ക്ക് പോകാനുള്ളതാണ്. തീർച്ചയായിട്ടും ഇൻഷോർട്ട് മല്ലു ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു ഫൺ എൻ്റർടൈനറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു എബവ് ആവറേജ് നിൽക്കുന്ന ഒരു മൂവി തന്നെയാണ് മരണമാസ്. അത്യാവശ്യം കൂടുതലൊന്നും പറയില്ല. പുതിയ വീഡിയോസും റിവ്യൂസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും